നീളൻ സിന്ദാബാദ്. വയലിൻ്റെ കരയിൽ പൂക്കൈതകൾ കരവച്ച ഒരു പുരയിടം. അതിൻ്റെ ചെരുവിൽ ഒരു ചെറിയ കുളം. വേനൽക്കാലത്ത് ആ കുളത്തിൽ വെള്ളം കാണുകയില്ല. മഴ പെയ്തു തുടങ്ങിയ 4 വശത്തു നിന്നും ഒഴുകി വരുന്ന മഴവെള്ളം വീണ് കുളം നിറയും. ധാരാളം തവളകളും വന്നു ചേരും. പിന്നീട് എപ്പോഴും തവളകളുടെ ക്രോം ക്രോം എന്ന ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത വീട്ടിലെ കുട്ടികൾ കടലാസ് വള്ളങ്ങളും വാഴപ്പിണ്ടികളും കൊണ്ടുവന്നിട്ട് ആ കുളത്തിൽ പകൽ മുഴുവൻ കളിക്കും. തവളകൾ മാത്രമുണ്ടായിരുന്ന ആ കുളത്തിൻ്റെ കരയിൽ ഒരു ചേര വന്നു. നീണ്ട മഞ്ഞ നിറം കലർന്ന അതിൻ്റെ നോട്ടവും നാക്കുനീട്ടലും കണ്ട് ഭയന്ന് കുട്ടികൾ വീട്ടിലേക്ക് ഓടി. പതുക്കെ ഇഴഞ്ഞ് കുളത്തിൽ ഇറങ്ങി. തവളകളെല്ലാം വാവിട്ട് കരഞ്ഞു 4 വശത്തേക്കും ഓടി. വിശന്നു പൊരിഞ്ഞു വന്ന ചേര തവളകളുടെ കരച്ചിലോ പരക്കം പാച്ചിലോ ശ്രദ്ധിച്ചില്ല. അത് തേങ്ങയുടെ വലുപ്പമുള്ള ഒരു തവളയെ വായിലാക്കി പതുക്കെ വിഴുങ്ങി തുടങ്ങി. ആ കാഴ്ച മറ്റു തവളകൾക്ക് വലിയ സങ്കടവും ഭയവും ഉണ്ടാക്കി. ഒരു നീളൻ തവളയ്ക്ക് ഈ അക്രമം ഒട്ടും സഹിച്ചില്ല. അത് കോപം കൊണ്ട് വിറച്ച് മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞു, കൂട്ടരെ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? നമ്മളിൽ ഒരാളെ ജീവനോടെ പിടിച്ചു തിന്നുന്നു. അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ലേ? നിങ്ങൾക്കതിൽ സങ്കടമില്ലേ? വിഷമമില്ലേ? എല്ലാവരും ഇങ്ങോട്ട് വരുവേ. പേടിച്ചോടാതെ എൻ്റെ അടുത്ത് വരുവേ. എനിക്ക് ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. അത് കേട്ട് ഭയന്ന് അങ്ങിങ്ങായി ഒതുങ്ങി നിന്ന തവളകളെല്ലാം നീളൻ്റെ സമീപത്ത് ഒത്തുകൂടി. നീളൻ ഒരു കല്ലിൽ ചാടി കയറി നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഭയക്കുന്നത് എന്തിന്? നമ്മുടെ കൂട്ടത്തിൽ ഒന്നിനെ ഒരു കരുണയുമില്ലാതെ കൊല്ലുന്നത് കണ്ട് കരയുന്നതാണോ ശരി? പല്ലും നഖവും ഉപയോഗിച്ച് നാം ശത്രുവിനെ എതിർക്കണം. ചേര നമ്മുടെ പൊതു ശത്രുവാണ്. എത്രയോ നാളുകളായി ചേരകൾ നമ്മളുടെ കൂട്ടത്തെ കൊന്നു തിന്നുന്നു. നമ്മൾ പേടിച്ച് വിറച്ച് ചേരകളുടെ വായിൽ ചെന്ന് വീണു കൊടുക്കുന്നു. ഇനിയും അതിന് പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? മറ്റു തവളകൾ ചോദിച്ചു. എതിർക്കണം, ഒറ്റയ്ക്കല്ല, കൂട്ടായി എതിർക്കണം. ആരെല്ലാം തയ്യാറുണ്ട്? നീലൻ ചോദിച്ചു. ആരും ശബ്ദിച്ചില്ല. എല്ലാവരും കണ്ണിൽ നോക്കിയിരുന്നു. കമുങ്ങുപോലെ നീണ്ട ആ ചേരയെ ഇങ്ങനെ എതിർക്കും? അതിനോട് എന്തു ചെയ്യാൻ നമുക്ക് പറ്റും? നാക്ക് നീണ്ടി ഈച്ച പിടിച്ചു നിന്ന് നമ്മൾക്ക് എതിർക്കുന്നതിന് പറ്റിയ ഒരവയവും ദൈവം നൽകിയില്ല. എല്ലാ തവളകളുടെ മനസ്സിൽ ഈ ചിന്തയായി. നീളൻ തവള പറഞ്ഞു, ഒരു മുഴുണ്ടെങ്കിൽ ഉടയ്ക്കുമേലും കിടക്കാം. ഒത്തുപിടിച്ചാൽ മലയും പോരും. ചിന്തിക്കാനൊന്നുമില്ല, നാം ഒരുമിച്ച് എതിർക്കണം. ഒരു വൃദ്ധനായ തവള നീളനെ പിന്താങ്ങി. ഐക്യമത്യ മഹാബലം, അത് ഓർമ്മിപ്പിച്ചു. എങ്കിലും നാം എങ്ങനെ നേരിടും? എന്ത് ചെയ്യും? പിന്നെയും എല്ലാ തവളകളും നീളത്തെ നോക്കി. അവരുടെ ദയനീയ ഭാവം കണ്ട് നീളൻ പറഞ്ഞു, ചെങ്ങാതികളെ, ചേരയുടെ 4 വശത്ത് നാം വളയണം. വായിൽ ഒരു തവള ഇരിക്കുമ്പോൾ മറ്റൊന്നിനെ ഉപദ്രവിക്കാൻ അതിന് സാധിക്കില്ല. നമുക്കതിൻ്റെ ശരീരം മുഴുവൻ കടിച്ചെടുക്കണം. അത് പിടയുകയോ ചുരുളുകയോ ഓടുകയോ ചെയ്താൽ കടിവിടരുത്. ഞങ്ങൾക്ക് പേടിയാകുന്നു, ഏതാനും തവളകൾ അറിയിച്ചു. പേടിച്ചാൽ ജീവിക്കാൻ സാധിക്കില്ല. നാം 10-200 പേരുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു തവളയാണ് ചേര വിഴുങ്ങിയത്. തൊണ്ടയിലായതേ ഉള്ളൂ. ഇതാണ് പറ്റിയ സമയം. വരുവേ. നീലൻ മുന്നോട്ട് ചാടി. മറ്റു തവളകളും പിറകെ കൂടി. പൊന്നൻ തവളയെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ചേരയുടെ ദേഹത്ത് അവർ ചാടി വീണു. ശക്തി മുഴുവനും ഉപയോഗിച്ച് കടിച്ചു മുറിക്കാൻ തുടങ്ങി. ചേര വാലിട്ടടിക്കുകയും ചുരുളുകയും ഇഴഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തു. വായിലും വയറ്റിലുമല്ലാത്ത ഒരു തവളയെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്നുകൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ ചേരയ്ക്ക് സാധിക്കാതെ വന്നു. അതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു. പുഴുവിനെ ഉറുമ്പുകൾ പൊതിയുന്നത് പോലെ തവളകൾ ചേരയെ പൊതിഞ്ഞു കടിച്ചു മുറിച്ചു. തൊണ്ടയിൽ നിന്നും തവള ചേരയുടെ വയറ്റിൽ വന്നപ്പോഴേക്കും കുടൽ മുറിഞ്ഞു കഴിഞ്ഞിരുന്നു. ശരീരത്തിലെ മാംസം മുഴുവൻ തവളകളുടെ വായിലുമായി. അങ്ങനെ ചുണയോടുകൂടി തവളകൾ ആ ശത്രുവിനെ വകവരുത്തി. ചേരയുടെ നീണ്ട എല്ല് കുളത്തിൻ്റെ കരയിൽ നീണ്ടുകിടന്നു. പിന്നീട് ഒരു പാമ്പും ആ കുളത്തിലേക്ക് വന്നിട്ടില്ല. ചേരയെ കണ്ട് ഭയന്നുപോയ കുട്ടികളും തിരിച്ചു വന്നില്ല. തവളകൾ നീന്തി തുടിച്ച് സന്തോഷത്തോടെ ആ കുളത്തിൽ ജീവിച്ചു. നേതൃത്വം നൽകിയ നീളൻ തവളകൾക്ക് സിന്ദാബാദ് വിളിക്കാൻ അവർ ഒരിക്കലും പറഞ്ഞിരുന്നില്ല.